നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഇനീക്വാലിറ്റിയാണ് ക്ലേഷ്യസ് ഇനീക്വാലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇനീക്വാലിറ്റിയാണ് എന്ത് ക്ലേഷ്യസ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ കഴിഞ്ഞ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ എഫിഷ്യൻസിയേക്കാൾ കുറവായിരിക്കും. ഇനി ക്ലേഷ്യസ് ഇനീക്വാലിറ്റി പറയുന്നത് തെർമോഡൈനാമിക്സിൽ ക്ലേഷ്യസ് ഇനീക്വാലിറ്റി പറയുന്നത് സൈക്ലിക് ഇന്റഗ്രൽ dq/t ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ക്ലേഷ്യസ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് സൈക്ലിക് ഇന്റഗ്രൽ dq/t ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഇത് റിവേഴ്സിബിൾ പ്രോസസ്സിനും ഇറിവേഴ്സിബിൾ പ്രോസസ്സിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. റിവേഴ്സിബിൾ പ്രോസസ്സിനും ആപ്ലിക്കബിൾ ആണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സിനും ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ ഇവിടെ ഈ ഒരു ക്ലേഷ്യസ് ഇനീക്വാലിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിക് ഇന്റഗ്രൽ dq/t ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 പകരം റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ സൈക്ലിക് ഇന്റഗ്രൽ dq/t ഈക്വൽ ടു 0. അതായത് സൈക്ലിക് ഇന്റഗ്രൽ dq/t ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഇനി ഈ ഒരു ക്ലേഷ്യസ് ഇനീക്വാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സൈക്ലിക് ഇന്റഗ്രൽ dq/t ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് റിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് പറയാം. സൈക്ലിക് ഇന്റഗ്രൽ dq/t ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്, അതുപോലെ പോസിബിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. സൈക്ലിക് ഇന്റഗ്രൽ dq/t ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഇനി ഈ സൈക്ലിക് ഇന്റഗ്രൽ dq/t ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോസസ്സ് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ഒരു റിലേഷൻ വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് ഇമ്പോസിബിൾ പ്രോസസ് ആണ്. അതായത് ആ റിലേഷൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ വയലേറ്റ് ചെയ്യുന്ന റിലേഷൻ ആണ്. അപ്പോൾ സൈക്ലിക് ഇന്റഗ്രൽ dq/t ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ പ്രോസസ് ആണ്. സൈക്ലിക് ഇന്റഗ്രൽ dq/t ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ പോസിബിൾ പ്രോസസ് ആണ്. സൈക്ലിക് ഇന്റഗ്രൽ dq/t ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ പ്രോസസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ മൂന്ന് റിലേഷൻസ് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ്, സെക്കൻഡ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി. എൻട്രോപ്പി നമുക്കറിയാം എന്താണ്, മെഷർ ഓഫ് ഡിസോർഡർ അല്ലെങ്കിൽ മെഷർ ഓഫ് റാൻഡംനെസ് അല്ലെങ്കിൽ മെഷർ ഓഫ് ഇറിവേഴ്സിബിലിറ്റിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻട്രോപ്പി എന്ന് പറയുന്നത്. അതായത് എൻട്രോപ്പി ഒരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. നമുക്ക് ഡയറക്റ്റ് എൻട്രോപ്പി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രോസസ്സിന്റെ ഡിസോർഡറോ അല്ലെങ്കിൽ ഇറിവേഴ്സിബിലിറ്റിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, എൻട്രോപ്പി ചേഞ്ച് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ എൻട്രോപ്പി എന്നുള്ള പ്രോപ്പർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗറിൽ തന്നിരിക്കുന്ന ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ ഒരു കേസിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 1-ൽ നിന്ന് 2-ലേക്കും തിരിച്ച് 2-ൽ നിന്ന് 1-ലേക്കുള്ള ഒരു സൈക്കിളാണ്. അപ്പോൾ 1-ൽ നിന്ന് 2-ലേക്ക് പ്രോസസ്സ് നടക്കുന്നത് ഈ L എന്നുള്ള ഒരു പാത്ത് വഴിയാണ്. 2-ൽ നിന്ന് 1-ലേക്ക് പ്രോസസ്സ് N എന്നുള്ള പാത്തിലൂടെയും നടക്കാം, M എന്നുള്ള പാത്തിലൂടെയും നടക്കാം. ഈ എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് വിചാരിക്കുക. റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, സൈക്ലിക് ഇന്റഗ്രൽ dq/t ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ പ്രോസസ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. 1-ൽ നിന്ന് 2-ലേക്ക് L-ൽ നിന്നുള്ള പാത്തിലൂടെ ഒരു പ്രോസസ്സും തിരിച്ച് റിട്ടേൺ M എന്നുള്ള പാത്തിലൂടെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 1 to 2 dq/t അതായത് L-ലൂടെയുള്ള ഇന്റഗ്രൽ 1 to 2 dq/t പ്ലസ് ഇന്റഗ്രൽ 2 to 1 dq/t ത്രൂ M ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് L എന്നുള്ള പാത്തിലൂടെയുള്ള പ്രോസസ്, അതായത് ഇന്റഗ്രൽ 1 to 2 dq/t പ്ലസ് ഇന്റഗ്രൽ 2 to 1 dq/t ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഇതേ പ്രോസസ് തന്നെ 1-ൽ നിന്ന് 2-ലേക്ക് L-ലൂടെയും തിരിച്ച് റിട്ടേൺ 2-ൽ നിന്ന് 1 എന്നുള്ള സ്റ്റേറ്റിലേക്ക് N എന്നുള്ള പാത്തിലൂടെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സിനെ ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 1 to 2 dq/t പ്ലസ് ഇന്റഗ്രൽ 1 to 2 dq/t ഈസ് ഈക്വൽ ടു 0. ഇവിടെ എന്തായിരിക്കും, റിട്ടേൺ പ്രോസസ്സ് N എന്നുള്ള പാത്തിലൂടെ ആയിരിക്കും. ഇനി ഈ രണ്ട് ഇക്വേഷനും, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിചാരിക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിചാരിക്കുക. ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇന്റഗ്രൽ 2 to 1 dq/t ത്രൂ M ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2 to 1 dq/t ത്രൂ N എന്ന് കിട്ടും. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 1 to 2 dq/t M എന്നുള്ള പാത്തിലൂടെ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 dq/t N എന്നുള്ള പാത്തിലൂടെ. അതായത്
ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ ഡി ക്യൂ ബൈ ടി എന്നുള്ള ഫംഗ്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എൻ എന്നുള്ള പാത്തിലൂടെ ആണെങ്കിലും എം എന്നുള്ള പാത്തിലൂടെ ആണെങ്കിലും ഈ ഡി ക്യൂ ബൈ ടി എന്നുള്ള ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആയിരിക്കും എന്നാണ് ഈ ഒരു റിലേഷനിൽ നമുക്ക് കിട്ടുന്നത്. അതായത് ഈ രണ്ട് പാത്തിലൂടെ ആണെങ്കിലും ഡി ക്യൂ ബൈ ടി എന്നുള്ള ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആണ്. എങ്ങനെയാണെങ്കിൽ അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഡി ക്യൂ ബൈ ടി ഒരു പ്രോപ്പർട്ടി എന്ന് പറയാം. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്നത് എന്താണ്, ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഈ ഡി ക്യൂ ബൈ ടി എന്നുള്ള ഫംഗ്ഷൻ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറയാം. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് എൻട്രോപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ടി ഫോർ ഇന്റേണലി റിവേഴ്സിബിൾ പ്രോസസ്. ഒരു ഇന്റേണലി റിവേഴ്സിബിൾ പ്രോസസ്സിന് ചേഞ്ച് ഇൻ എൻട്രോപ്പി നമ്മൾ പറഞ്ഞു, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ടി. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ കെൽവിൻ ആണ്. ഡി ക്യൂ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ യൂണിറ്റ് കിലോ ജൂൾ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ. അപ്പോൾ കിലോ ജൂൾ പെർ കെൽവിൻ എന്ന് എഴുതാം. ഇനി സ്പെസിഫിക് എൻട്രോപ്പി ആണെങ്കിൽ, അതായത് എൻട്രോപ്പി പെർ യൂണിറ്റ് മാസ് ആണെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് എങ്ങനെ പറയാം, അതിനെ സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ട് നമുക്ക് ഡിസിഗ്നേറ്റ് ചെയ്യാം. യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. സ്പെസിഫിക് എൻതാൽപ്പിയുടെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അപ്പോൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിലാണെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഡി ക്യൂ ബൈ ടി. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, എൻട്രോപ്പി ചേഞ്ച് ഡി എസ്, അതായത് 1 to 2 എന്നുള്ള ഒരു പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കും, S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 ഡി ക്യൂ ബൈ ടി ഫോർ റിവേഴ്സിബിൾ പ്രോസസ്. അപ്പോൾ ഇതാണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ. എൻട്രോപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 ഡി ക്യൂ ബൈ ടി. അപ്പോൾ ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി എന്നുള്ളത് എൻട്രോപ്പി ചേഞ്ചിന് ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് തരുന്നുണ്ടെങ്കിൽ ആ പ്രോസസ് എന്തായിരിക്കും, ഇന്റേണലി റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് എൻട്രോപ്പി ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. നമ്മൾ ഈ എൻട്രോപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ടി എന്ന് പറയണമെങ്കിൽ അത് എന്തായിരിക്കും, അല്ലെങ്കിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി, ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്നത് എൻട്രോപ്പി എന്നുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയണമെങ്കിൽ അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. ഒരു ഇറിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിൽ ഈ ഡി ക്യൂ ബൈ ടി എന്നുള്ളത് ഒരു ഫംഗ്ഷൻ മാത്രമാണ്. അത് എന്തല്ല, എൻട്രോപ്പി ചേഞ്ച് അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ചിന് ഈക്വൽ അല്ല, അത് എൻട്രോപ്പി എന്നുള്ളൊരു പ്രോപ്പർട്ടി അല്ല. ഇനി ഒരു ഇറിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പ്രോസസ്സ് കൺസിഡർ ചെയ്യാം. ഇവിടെ 1-ൽ നിന്ന് 2-ലേക്ക് ഒരു പ്രോസസ്സും 2-ൽ നിന്ന് 1-ലേക്ക് മറ്റൊരു പ്രോസസ്സും. 1-ൽ നിന്ന് 2-ലേക്ക് ഉള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് വിചാരിക്കുക. 2-ൽ നിന്ന് 1-ലേക്കുള്ളത് ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ 1-ൽ നിന്ന് 2-ലേക്ക് ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ അവിടെ എൻട്രോപ്പി ചേഞ്ച് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇന്റഗ്രൽ 1 to 2 ഡി ക്യൂ ബൈ ടിക്ക് ഈക്വൽ ആയിരിക്കും. ഇനി തിരിച്ച് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ 2-ൽ നിന്ന് 1-ലേക്ക് ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് S1 മൈനസ് S2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇന്റഗ്രൽ 2 to 1 ഡി ക്യൂ ബൈ ടിക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ൽ നിന്ന് 2-ലേക്ക് നടക്കുന്നത് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സും 2-ൽ നിന്ന് 1-ലേക്ക് നടക്കുന്നത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സും ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്ലാഷ്യസ് ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലാഷ്യസ് ഇനീക്വാലിറ്റി എന്താണ്, സൈക്ലിക് ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു സൈക്ലിക് ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം 0 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1-ൽ നിന്ന് 2-ലേക്കുള്ള എൻട്രോപ്പി ചേഞ്ച്, അതായത് ഇന്റഗ്രൽ 1 to 2 ഡി ക്യൂ ബൈ ടി പ്ലസ് ഇന്റഗ്രൽ 2 to 1 ഡി ക്യൂ ബൈ ടി റിവേഴ്സിബിൾ. അപ്പോൾ ആദ്യത്തെ എന്താണ്, ഇറിവേഴ്സിബിൾ പാത്താണ്, സെക്കൻഡ് വൺ റിവേഴ്സിബിൾ പാത്താണ്. അപ്പോൾ ആദ്യത്തേത് എന്തല്ല, ഇന്റഗ്രൽ 1 to 2 ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്നത് എൻട്രോപ്പി ചേഞ്ചിന് ഈക്വൽ അല്ല. ഇനി സെക്കൻഡ് പാത്ത് എന്ന് പറയുന്നത് റിട്ടേൺ പാത്ത് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ പാത്താണ്. അതായത് 2 to 1 ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, എൻട്രോപ്പി ചേഞ്ചിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ S1 മൈനസ് S2 എന്ന് എഴുതാം. ചേഞ്ച് ഇൻ എൻട്രോപ്പി S1 മൈനസ് S2.
ഈ S1 മൈനസ് S2നെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? S2 മൈനസ് S1 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 dq/t ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് എഴുതാം. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? S2 മൈനസ് S1 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1 to 2 dq/t എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡെൽ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ dq/t എന്ന് എഴുതാം. അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ, ഈ രണ്ട് പ്രോസസ്സും റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഇത് എങ്ങനെ വരും? S2 മൈനസ് S1 അല്ലെങ്കിൽ ഡെൽ എസ് ഈസ് ഈക്വൽ ടു dq/t എന്ന് വരും. ഇനി ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആയതുകൊണ്ട് എങ്ങനെ വരും? S2 മൈനസ് S1 ഗ്രേറ്റർ ദാൻ dq/t എന്ന് വരും. ഇന്റഗ്രൽ 1 to 2 dq/t എന്ന് വരും. അപ്പോൾ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ dq/t. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാവുന്ന എൻട്രോപ്പി ട്രാൻസ്ഫറിനേക്കാൾ കൂടുതലായിരിക്കും. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം DS എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാവുന്ന എൻട്രോപ്പി ട്രാൻസ്ഫറിനേക്കാൾ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. അതായത് അല്ലെങ്കിൽ ഇനി ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാവുന്ന എൻട്രോപ്പി ട്രാൻസ്ഫറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? DS ഗ്രേറ്റർ ദാൻ dq/t എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ കേസിൽ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാവുന്ന എൻട്രോപ്പി ട്രാൻസ്ഫറിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ വേറെ ഒരു എൻട്രോപ്പി എന്ത് ചെയ്യുന്നുണ്ട്? സം എൻട്രോപ്പി ഈസ് ജനറേറ്റഡ്. അവിടെ ഒരു എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ ഡെൽ എസ് അല്ലെങ്കിൽ DS നമ്മൾ പറഞ്ഞു ഇറിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിൽ ആണെങ്കിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ dq/t ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് എഴുതാം? അവിടെ ഒരു എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽ എസ് ഈസ് ഈക്വൽ ടു S2 മൈനസ് 1 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 dq/t. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാവുന്ന എൻട്രോപ്പി ട്രാൻസ്ഫർ പ്ലസ് എൻട്രോപ്പി ജനറേഷൻ എന്ന് എഴുതാം. അവിടെ ഇതിനെ നമ്മൾ ഈക്വാലൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഡെൽ എസ് ഈസ് ഈക്വൽ ടു dq/t ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാവുന്ന എൻട്രോപ്പി ട്രാൻസ്ഫർ പ്ലസ് എൻട്രോപ്പി ജനറേഷൻ എന്ന് എഴുതാം. അപ്പോൾ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിൽ എപ്പോഴും എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എൻട്രോപ്പി ട്രാൻസ്ഫർ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാകുന്ന എൻട്രോപ്പി ട്രാൻസ്ഫർ പ്ലസ് എൻട്രോപ്പി ജനറേഷൻ ആയിരിക്കും. ഇനി ഇവിടെ ഈ എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് ഒന്നുകിൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സീറോ ആയിരിക്കും. ലിമിറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഒന്നുകിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ സീറോ ആയിരിക്കും. സീറോ വരുന്നത് എപ്പോഴാണ്? സീറോ വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻട്രോപ്പി ജനറേഷൻ സീറോ വന്നു കഴിഞ്ഞാൽ ഇത് എന്തായി? S2 മൈനസ് S1 ഈക്വൽ ഇന്റഗ്രൽ 1 to 2 dq/t എന്ന് പറഞ്ഞാൽ dq/t എന്നായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി? അതൊരു റിവേഴ്സിബിൾ പ്രോസസിന്റെ കേസായി. അതായത് S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 dq/t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അതൊരു റിവേഴ്സിബിൾ പ്രോസസിന്റെ കേസായി. അപ്പോൾ എൻട്രോപ്പി സീറോ ആവുന്നത് എപ്പോഴായിരിക്കും? ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ പ്രോസസ് ആവുമ്പോഴാണ്. എൻട്രോപ്പി ജനറേഷൻ എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സീറോ ആയിരിക്കും. സീറോ ആവുന്നത് പ്രോസസ്സ് റിവേഴ്സിബിൾ പ്രോസസ് ആവുമ്പോഴാണ്. അപ്പോൾ ഈ എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോപ്പർട്ടി അല്ല, അത് പ്രോസസ്സിനെ അല്ലെങ്കിൽ പ്രോസസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രോപ്പർട്ടി അല്ല. എൻട്രോപ്പി ഒരു പ്രോപ്പർട്ടിയാണ്, പക്ഷെ എൻട്രോപ്പി ജനറേഷൻ എന്തല്ല? ഒരു പ്രോപ്പർട്ടി അല്ല, ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി അല്ല, അതൊരു പാത്ത് ഡിപ്പെൻഡന്റ് ഫംഗ്ഷനാണ്. ഇനി ഇവിടെ നോക്കുക, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസ് ആണെങ്കിൽ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസ് നോക്കുക. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ സീറോ ആയിരിക്കും അല്ലെ, സറൗണ്ടിങ്ങുമായിട്ടുള്ള ഇന്ററാക്ഷൻ സീറോ ആയിരിക്കും. അതായത് dq/t എന്നുള്ള ഫംഗ്ഷൻ സീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ എസ്, ഒരു ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻട്രോപ്പി ജനറേഷൻ എന്ന് എഴുതാം. എൻട്രോപ്പി ജനറേഷൻ എന്ന് എഴുതാം. അതായത് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് എൻട്രോപ്പി ജനറേഷൻ ഈക്വൽ ആയിരിക്കും. എൻട്രോപ്പി ജനറേഷൻ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ലിമിറ്റിംഗ് കേസിൽ സീറോ ആയിരിക്കും. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ചേഞ്ച് ഇൻ എൻട്രോപ്പി
ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. അതായത് എന്താ പറയുന്നത്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ എപ്പോഴും എന്താണ് എൻട്രോപ്പി ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസ് ചെയ്യും. എൻട്രോപ്പി ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ എൻട്രോപ്പി ഓഫ് പ്രോസസ് ഓൾവേസ് ഇൻക്രീസസ്. അതായത് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, ലിമിറ്റിംഗ് കേസ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ് ആകുമ്പോഴാണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇവിടെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഈ യൂണിവേഴ്സിനെ നമുക്ക് എന്ത് എഴുതാം, സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് എന്ന് എഴുതാലോ. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് സിസ്റ്റം പ്ലസ് ചേഞ്ചിങ് എൻട്രോപ്പി ഓഫ് സറൗണ്ടിങ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഈ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് സിസ്റ്റം പ്ലസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് സറൗണ്ടിങ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഈ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി ചേഞ്ചും സറൗണ്ടിങ്ങിന്റെ എൻട്രോപ്പി ചേഞ്ചും പോസിറ്റീവോ നെഗറ്റീവോ ആവാം. അത് പോസിറ്റീവ് ആവാൻ പറ്റും, നെഗറ്റീവ് ആവും. പക്ഷെ ഇവിടെ എന്താണ്, ടോട്ടൽ എൻട്രോപ്പി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എൻട്രോപ്പി ജനറേഷൻ എന്താവാൻ പറ്റില്ല, എൻട്രോപ്പി ജനറേഷൻ നെഗറ്റീവ് ആവാൻ പറ്റില്ല. എൻട്രോപ്പി ജനറേഷൻ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സിസ്റ്റത്തിന്റെ എൻട്രോപ്പി സറൗണ്ടിങ്ങിന്റെ എൻട്രോപ്പി നെഗറ്റീവോ പോസിറ്റീവോ ആവാം. പക്ഷെ എൻട്രോപ്പി ജനറേഷൻ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി ഈ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിലാണെങ്കിൽ എൻട്രോപ്പി ജനറേഷൻ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി റിവേഴ്സിബിൾ പ്രോസസിന്റെ കേസ്, അതായത് ലിമിറ്റിംഗ് കേസ് ആണെങ്കിൽ എൻട്രോപ്പി ജനറേഷൻ 0 ആയിരിക്കും. ഇനി എൻട്രോപ്പി ജനറേഷൻ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാൽക്കുലേഷൻ നമുക്ക് എൻട്രോപ്പി ജനറേഷൻ ലെസ് ദാൻ 0 ആണ് കിട്ടുന്നെങ്കിൽ അതെന്താണ്, ഇമ്പോസിബിൾ പ്രോസസ് ആണ്, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തതിലുള്ള ഒരു എറർ ആണ്. എൻട്രോപ്പി ജനറേഷൻ ഒരിക്കലും എന്താവില്ല, ലെസ് ദാൻ 0 ആവില്ല, അതൊരു ഇമ്പോസിബിൾ പ്രോസസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എൻട്രോപ്പി ജനറേഷൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇറിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. എൻട്രോപ്പി ജനറേഷൻ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇമ്പോസിബിൾ പ്രോസസ് ആയിരിക്കും. എൻട്രോപ്പി ജനറേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും, അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. അതുപോലെ എൻട്രോപ്പി ചേഞ്ച് ഇൻ an ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എൻട്രോപ്പി ചേഞ്ച് ഇൻ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് നോക്കാം. എ പ്രോസസ് മസ്റ്റ് പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ദാറ്റ് കംപ്ലൈസ് വിത്ത് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി പ്രിൻസിപ്പിൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, എൻട്രോപ്പി ജനറേഷൻ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ലിമിറ്റിംഗ് കേസിൽ എന്തായിരിക്കും, 0 ആയിരിക്കും റിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിൽ. അല്ലെങ്കിൽ എപ്പോഴും ഒരു പ്രോസസ്സിൽ എൻട്രോപ്പി ജനറേഷൻ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഒരു ഇറിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിൽ എൻട്രോപ്പി ജനറേഷൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. ഇനി ഇത് എൻട്രോപ്പി ജനറേഷൻ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇമ്പോസിബിൾ പ്രോസസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ്, എൻട്രോപ്പി ഈസ് എ നോൺ കൺസേർവ്ഡ് പ്രോപ്പർട്ടി. അതായത് ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. എൻട്രോപ്പി ഓൾവേസ് ഇൻക്രീസിംഗ് ആണ്. എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കണ്ടിന്യൂസ്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. പക്ഷെ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഇൻക്രീസിംഗ് ആയിരിക്കും. ഇനി നെക്സ്റ്റ്, ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിന്റെ കേസിൽ ഇറിവേഴ്സിബിലിറ്റി കാരണം എന്ത് ചെയ്യാം, അതിന്റെ പെർഫോമൻസിൽ ഡീഗ്രേഡേഷൻ വരും അല്ലെ, പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ഇറിവേഴ്സിബിലിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന്റെ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത്. എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന ഇറിവേഴ്സിബിലിറ്റിയുടെ മെഷേഴ്സിനെയാണ്, ആ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഇറിവേഴ്സിബിലിറ്റിയുടെ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് TS ഡയഗ്രാം, HS ഡയഗ്രാം, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം, എൻതാൽപ്പി എൻട്രോപ്പി ഡയഗ്രാം. ഇവിടെ ആദ്യം നമ്മൾ TS ഡയഗ്രാം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു റിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിൽ dQ/T ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻട്രോപ്പി ആയിരിക്കും അല്ലെ. dQ/T ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻട്രോപ്പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, dQ ഈസ് ഈക്വൽ ടു TdS എഴുതാം. dQ ഈസ് ഈക്വൽ ടു TdS. നമ്മൾ 1 ൽ നിന്ന് 2 ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഗ്രാഫ് നോക്കുക, 1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് 2 എന്നുള്ള സ്റ്റേറ്റിലേക്കുള്ള ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു നമുക്ക് കിട്ടി dQ ഈസ് ഈക്വൽ ടു TdS ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 to 2 Q ഈസ് ഈക്വൽ ടു 1 to 2 TdS എന്ന് കിട്ടും. അതായത്
ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു 1 to TdS. ഇനി ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇതിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സിന്റെ അണ്ടറിൽ ഒരു സ്മോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ഈ സ്ട്രിപ്പിന്റെ ലെങ്ത് എത്രയായിരിക്കും? T ആയിരിക്കും, വിഡ്ത്ത് DS ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രിപ്പിന്റെ ഏരിയ നമുക്ക് എന്ത് എഴുതാം? TdS എന്ന് എഴുതാം. അതായത് TdS എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്? DQ ആണ്, ഹീറ്റ് ട്രാൻസ്ഫർ ആണ് TdS എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ അണ്ടർ ദ പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രൽ 1 to 2 TdS ആയിരിക്കും. അതായത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫറിന് ഈക്വൽ ആയിരിക്കും എന്ത്? ഇന്റഗ്രൽ 1 to 2 TdS എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു TS ഡയഗ്രത്തിന്റെ കേസിൽ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഏരിയ അണ്ടർ പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ അണ്ടർ പ്രോസസ് കർവ് എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് ഇന്റേണൽ റിവേഴ്സിബിൾ പ്രോസസ്സിന് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണ് നടക്കുന്നതെങ്കിൽ TS ഡയഗ്രത്തിൽ ഏരിയ അണ്ടർ പ്രോസസർ കർവ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫറിന് ഈക്വൽ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ TS ഡയഗ്രത്തിന്റെ ഏരിയ എന്തിന് ഈക്വൽ ആയിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫറിന് ഈക്വൽ ആയിരിക്കും. ഇനി ഈ HS ഡയഗ്രത്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മോളിയർ ഡയഗ്രം. HS ഡയഗ്രത്തിന്റെ മറ്റൊരു പേരാണ് മോളിയർ ഡയഗ്രം. എൻതാൽപ്പി എൻട്രോപ്പി ഡയഗ്രത്തിന്റെ മറ്റൊരു പേരാണ് മോളിയർ ഡയഗ്രം. അതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഓർത്ത് വെക്കുക. അപ്പോൾ TS ഡയഗ്രത്തിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഏരിയ അണ്ടർ TS ഡയഗ്രം എന്ന് പറയുന്ന ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫറിന് ഈക്വൽ ആയിരിക്കും. ഇനി ഒരു കാർനോട്ട് സൈക്കിൾ ആണെങ്കിൽ അവിടെ ഈ TS ഡയഗ്രം എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഒരു കാർനോട്ട് സൈക്കിളിൽ എന്തൊക്കെ പ്രോസസ് ഉണ്ട്? ഐസോതെർമൽ പ്രോസസ്സ്, അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ്, അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ്, ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ്, അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ്. ഇത്രയും പ്രോസസ് ഉണ്ടല്ലോ ഒരു TS ഡയഗ്രത്തിന്റെ കേസിൽ. ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ് 1 to 2 ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്, 2 to 3 അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ്, 3 to 4 ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ്, 4 to 1 എന്താണ്? അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ ഒരു TS ഡയഗ്രം കാർനോട്ട് സൈക്കിളിന്റെ കേസിൽ TS ഡയഗ്രം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതുപോലൊരു റെക്ടാംഗിൾ ആയിരിക്കും. ആദ്യം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്, പിന്നെ കോൺസ്റ്റന്റ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് ആണ്. അതെന്താണ്? ഒരു കോൺസ്റ്റന്റ് എൻട്രോപ്പിക് പ്രോസസ് ആണ്, ഐസെൻട്രോപിക് പ്രോസസ് ആണ്. പിന്നെ എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ്, അവിടെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വീണ്ടും ഐസെൻട്രോപിക് പ്രോസസ് ആണ്. അപ്പോൾ ഒരു കാർനോട്ട് സൈക്കിളിന്റെ കേസിൽ TS ഡയഗ്രം ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് TdS റിലേഷൻ. ഫസ്റ്റ് TdS ഇക്വേഷൻ, സെക്കൻഡ് TdS ഇക്വേഷൻ, ഇങ്ങനെ രണ്ട് ഇമ്പോർട്ടന്റ് TdS റിലേഷൻ നമുക്കുണ്ട്. അപ്പോൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുക, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിലുള്ള ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. നമുക്കറിയാം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഹീറ്റ് ട്രാൻസ്ഫർ മൈനസ് വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് എഴുതാലോ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ TS ഡയഗ്രത്തിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു TdS ആണ്, ടെമ്പറേച്ചർ ഇൻറ്റു ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതുപോലെ വർക്ക് ട്രാൻസ്ഫറിന് നമുക്ക് എന്ത് എഴുതാം? പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം, PdV വർക്ക് എന്ന് എഴുതാം. dW is equal to PdV എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? TdS equal to du plus PdV. TdS equal to du plus PdV എന്ന് എഴുതാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് TdS ഇക്വേഷൻ അല്ലെങ്കിൽ ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. TdS equal to du plus PdV. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. TdS is equal to du plus PdV നെയാണ് നമ്മൾ ഫസ്റ്റ് TdS ഇക്വേഷൻ അല്ലെങ്കിൽ ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എൻതാൽപ്പിയുടെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൻതാൽപ്പി is equal to ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ ഇൻറ്റു വോളിയം. ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ ഇൻറ്റു വോളിയം എനർജി. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ചേഞ്ച് ഇൻ എൻതാൽപ്പി is equal to ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് PdV പ്ലസ് VdP എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം. ഈ ഒരു ഇക്വേഷനിൽ ഈ du പ്ലസ് PdV നമ്മൾ ഫസ്റ്റ് TdS ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? TdS ഈസ് ഈക്വൽ ടു du പ്ലസ് PdV എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം du പ്ലസ് PdVക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം?
ടി ഡി എസ് എന്ന് കൊടുക്കാം, ടി ഡി എസ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടി ഡി എസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് വി ഡി പി എന്ന് കിട്ടും. ടി ഡി എസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻതാൽപ്പി മൈനസ് വോളിയം ഇൻറ്റു ചേഞ്ച് ഇൻ പ്രഷർ. അതായത് ടി ഡി എസ് ഈസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് വി ഡി പി. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടി ഡി എസ് ഇക്വേഷൻ എന്താണ്? ടി ഡി എസ് ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി. സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ എന്താണ്? ടി ഡി എസ് ഈസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് വി ഡി പി. ഇതാണ് സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടി ഡി എസ് റിലേഷൻസ്. അതായത് ഫസ്റ്റ് ടി ഡി എസ് റിലേഷൻ അല്ലെങ്കിൽ ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി യു പ്ലസ് പി ഡി വി. സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി എച്ച് മൈനസ് വി ഡി പി. അപ്പോൾ ഈ രണ്ട് റിലേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ജനറൽ കേസ് ഫോർ ചേഞ്ച് ഓഫ് എൻട്രോപ്പി ഓഫ് ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ചിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ചേഞ്ച് ഇൻ എൻട്രോപ്പി. ഇപ്പോൾ 1-ൽ നിന്ന് 2-ലേക്ക് ഒരു പ്രോസസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു ln T2 ബൈ T1 പ്ലസ് R ഇൻറ്റു ln V2 ബൈ V1. അതായത് ആദ്യത്തെ റിലേഷൻ എന്താണ്? S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു CV ln T2 ബൈ T1 പ്ലസ് R ഇൻറ്റു ln V2 ബൈ V1. ഇനി സെക്കൻഡ് റിലേഷൻ S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു CV ln P2 ബൈ P1 പ്ലസ് CP ln V2 ബൈ V1. ഇനി തേർഡ് റിലേഷൻ S2 മൈനസ് S1 ചേഞ്ച് ഇൻ എൻട്രോപ്പി S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു CP ln T2 ബൈ T1 മൈനസ് R ഇൻറ്റു ln P2 ബൈ P1. ഈ 3 റിലേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ചിന്റെ കേസാണ് പറയുന്നത്. ആദ്യത്തേത് ഹീറ്റിംഗ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഒരു കോൺസ്റ്റന്റ് വോളിയം ഹീറ്റിംഗ് പ്രോസസ്സിന്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു CV ln T2 ബൈ T1. അതായത് എൻട്രോപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു CV ln T2 ബൈ T1 ആയിരിക്കും. അതായത് നമ്മൾ ഈ പറഞ്ഞ റിലേഷനിൽ ആദ്യത്തെ ഇക്വേഷനിൽ V2 ബൈ V1 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ V2 ബൈ V1 1 ആയിരിക്കും. അപ്പോൾ ഈ ലോഗ് V2 ബൈ V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആവും. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു CV ലോഗ് T2 ബൈ T1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് പ്രോസസ്സിന്റെ കേസിൽ ഇവിടെ എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഇക്വേഷൻ വരുന്നത് S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു CP ലോഗ് T2 ബൈ T1 എന്നാണ്. S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു CP ലോഗ് T2 ബൈ T1. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തേർഡ് ഇക്വേഷൻ നോക്കുക. തേർഡ് ഇക്വേഷനിൽ എന്താണ്? P2 ബൈ P1 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലാണെങ്കിൽ P2 ബൈ V1 1 എന്ന് വരും. ലോഗ് P2 ബൈ V1 അല്ലെങ്കിൽ P2 ബൈ V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു CP ലോഗ് T2 ബൈ T1 എന്ന് എഴുതാം. CP ലോഗ് ln T2 by T1. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു CP ln T2 by T1 എന്ന്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്. ഒരു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു R ലോഗ് e to the base V2 by V1. അതായത് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു R ln V2 by V1 ആയിരിക്കും. അതായത് നമുക്ക് ഈ റിലേഷൻ ആണെങ്കിലും ആദ്യത്തെ റിലേഷനിൽ നിന്ന് കിട്ടും എന്താണ്? ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു R ലോഗ് V2 ബൈ V1 എന്ന് കിട്ടും. എന്താണ്? T2 ബൈ T1 എന്നുള്ള ടേം എന്തായിരിക്കും? ഐസോതെർമൽ ആയതുകൊണ്ട് 1 ആയിരിക്കും. ln T2 ബൈ T1 എന്ന് പറയുമ്പോൾ 0. ഇനി ഇത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ തേർഡ് റിലേഷൻ വെച്ചാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? S2 ബൈ S1 ഈസ് ഈക്വൽ ടു മൈനസ് R ലോഗ് P2 ബൈ P1 എന്ന് എഴുതാം. ഐസോതെർമൽ പ്രോസസിന്റെ കേസിൽ ഇവിടെയും T2 ബൈ T1 എന്നുള്ള ടേം 1 ആവും. ln T2 ബൈ T1 എന്നുള്ള ടേം 0 ആവും. അപ്പോഴെന്താവും? ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു മൈനസ് R ലോഗ് e to the base P2 by P1 എന്ന് എഴുതാം. അപ്പോൾ ഐസോതെർമൽ പ്രോസസിന്റെ കേസിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു R ഇൻറ്റു ln V2 ബൈ V1. ഇനി നെക്സ്റ്റ് അഡിയബാറ്റിക് പ്രോസസ്, റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്. റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസിന്റെ കേസിൽ എന്തായിരിക്കും? ഈ dQ ബൈ dt എന്നുള്ള ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കറിയാം ds ഈസ് ഈക്വൽ ടു എന്താണ്? dQ ബൈ t ആണ്.
ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ. അപ്പോൾ dQ/dt എന്നുള്ളത് 0 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആയിരിക്കും. അതായത് ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ് എപ്പോഴും എന്തായിരിക്കും, ഐസെൻട്രോപിക് പ്രോസസ്സ് ആയിരിക്കും. പക്ഷെ തിരിച്ച് ഒരു ഐസെൻട്രോപിക് പ്രോസസ്സ് എപ്പോഴും റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ് ആവണമെന്നില്ല. നമുക്കറിയാം എൻട്രോപ്പി ചേഞ്ച് അല്ലെ, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, dQ/T പ്ലസ് എൻട്രോപ്പി ജനറേഷനാണ്. അപ്പോൾ ഇത് രണ്ടും, ഈ dQ/Tയും എൻട്രോപ്പി ജനറേഷനും ഈക്വൽ ആൻഡ് നെഗറ്റീവ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ, ഇത് പോസിറ്റീവ്, ഇപ്പോൾ ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി, ഇത് സെയിം നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് വരുന്നതെന്ന് വെച്ചോ, അപ്പോഴെന്താവും, അവിടെയും എന്തായിരിക്കും, ഈ ds-ന്റെ വാല്യൂ 0 ആവാം. അതൊരു ഐസെൻട്രോപിക് പ്രോസസ് ആവും. പക്ഷേ അത് എന്താവണമെന്നില്ല, ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് ആവണമെന്നില്ല. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് എപ്പോഴും ഐസെൻട്രോപിക് പ്രോസസ് ആണ്. പക്ഷേ എപ്പോഴും ഐസെൻട്രോപിക് പ്രോസസ് ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ dQ/T എന്തായിരിക്കും, 0 ആയിരിക്കും. ds ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഒരു പോളിട്രോപിക് പ്രോസസ്സിന്റെ കേസിലാണെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഇക്വേഷൻ CV × n മൈനസ് ഗാമ ഡിവൈഡ് ബൈ n മൈനസ് 1 ln T2/T1 ആണ്. ഇതിൽ n എന്ന് പറയുന്നത് പോളിട്രോപിക് ഇൻഡെക്സ് ആണ്, ഗാമ എന്ന് പറയുന്നത് അഡിയബാറ്റിക് ഇൻഡെക്സ് ആണ്. പോളിട്രോപിക് ഇൻഡെക്സും ഇവിടെ അഡിയബാറ്റിക് ഇൻഡെക്സും. അപ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി, ഒരു പോളിട്രോപിക് പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു CV × n മൈനസ് ഗാമ ഡിവൈഡ് ബൈ n മൈനസ് 1 ln T2/T1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ലോപ്പ് ഓഫ് കോൺസ്റ്റന്റ് വോളിയം ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ഇൻ TS ഡയഗ്രം. TS ഡയഗ്രത്തിൽ കോൺസ്റ്റന്റ് വോളിയം ലൈനും കോൺസ്റ്റന്റ് പ്രഷർ ലൈനും തമ്മിലുള്ള സ്ലോപ്പിന്റെ റിലേഷൻ നമുക്കറിയാം. ഒരു TS ഡയഗ്രം കൺസിഡർ ചെയ്യുക, അതിലൊരു വോളിയം ലൈനും കാണിച്ചിട്ടുണ്ട്, പ്രഷർ ലൈനും കാണിച്ചിട്ടുണ്ട്. ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ സെക്കൻഡ് TDS റിലേഷൻ നമുക്കറിയാം എന്താണ്, TDS = DH - VdP ആണ്. TDS = DH - VdP. അതിൽ കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഈ VdP എന്ന് പറഞ്ഞ ടേം എന്താവും, 0 ആവും. ഈ VdP എന്ന് പറഞ്ഞ ടേം 0 ആവും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, TDS = DH. അതായത് ഈ DH-നെ നമുക്ക് എന്ത് എഴുതാം, CP × DT എന്ന് എഴുതാമല്ലോ, CP × DT എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ കർവിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഈ പ്രോസസ്സിന്റെ സ്ലോപ്പ്, TDS ഡയഗ്രത്തിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, dt/ds ഈക്വൽ ആയിരിക്കുമല്ലോ. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, dy/dx അല്ലേ. അപ്പോൾ ഇവിടെ dy എന്ന് പറയുന്നത് dt, dx എന്ന് പറയുന്നത് ds. അപ്പോൾ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, കോൺസ്റ്റന്റ് പ്രഷർ ലൈനിലാണ്, dt/ds. സ്ലോപ്പ് എന്ന് പറയുന്നത് dt/ds = T/Cp എന്ന് എഴുതാം. dt/ds = T/Cp. അതായത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ കേസിൽ, പ്രഷർ പ്രോസസ്സിന്റെ കേസിൽ TS ഡയഗ്രത്തിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, dt/ds = T/Cp ക്ക് ഈക്വൽ ആയിരിക്കും, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ്. ഇനി കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് കൺസിഡർ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് TDS റിലേഷൻ എന്താണ് തരുന്നത്, TDS = du + PdV. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ വോളിയം അല്ലെങ്കിൽ ഈ PdV എന്ന് പറഞ്ഞ ടേം എന്തായി പോകും, 0 ആയി പോകും, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, TDS = ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് എഴുതാം. ഇന്റേണൽ എനർജിയെ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റേണൽ എനർജിയെ നമുക്ക് CV × സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം × DT എന്ന് എഴുതാം. അപ്പോൾ ഈ TDS = CVdT എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ കർവിന്റെ സ്ലോപ്പ് dt/ds എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, dt/ds = T/CV എന്ന് എഴുതാം. അതായത് ഒരു കോൺസ്റ്റന്റ് വോളിയം കർവിന്റെ സ്ലോപ്പ് dt/ds, TS ഡയഗ്രത്തിൽ ഒരു കോൺസ്റ്റന്റ് വോളിയം കർവിന്റെ സ്ലോപ്പ് dt/ds = T/CV എന്ന് എഴുതാം. ഇനി നമുക്കറിയാം CP/CV = എന്താണ്, ഗാമയാണ്. CP/CV = ഗാമ. അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റന്റ് വോളിയം കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് വോളിയം ഇവിടെ CVക്ക് പകരം നമ്മൾ ഗാമ CP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, CVക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, CV = CP/ഗാമ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കോൺസ്റ്റന്റ് വോളിയം കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്
കോൺസ്റ്റന്റ് പ്രഷർ കർവിന്റെ സ്ലോപ്പിന്റെ ഗാമ ടൈംസ് ആയിരിക്കും. അതായത് ഈ ഒരു ഗ്രാഫിൽ സി വിക്ക് പകരം നമ്മൾ സി പി ബൈ ഗാമ എന്ന് എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയത്തിന്റെ സ്ലോപ്പ് എന്ത് കിട്ടും? ഡി ടി ബൈ ഡി എസ് ഈസ് ഈക്വൽ ടു ടി ബൈ സി പി ഡിവൈഡഡ് ബൈ ഗാമ എന്ന് വരും. ഗാമ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡി ടി ബൈ ഡി എസ് ഈസ് ഈക്വൽ ടു ഗാമ ടി ബൈ സി പി എന്ന് കിട്ടും. ഈ ടി ബൈ സി പി എന്തിന്റെ സ്ലോപ്പാണ്? കോൺസ്റ്റന്റ് പ്രഷർ ലൈനിന്റെ സ്ലോപ്പാണ്. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഗാമ ടൈപ്പ് കോൺസ്റ്റന്റ് പ്രഷർ ലൈനിന്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ടി എസ് ഡയഗ്രത്തിന്റെ കേസിൽ കോൺസ്റ്റന്റ് പ്രഷർ ലൈനും കോൺസ്റ്റന്റ് വോളിയം ലൈനിന്റെയും സ്ലോപ്പുകൾ തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആണ്? കോൺസ്റ്റന്റ് വോളിയം ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ലൈനിന്റെ സ്ലോപ്പിന്റെ ഗാമ ടൈംസ് ആയിരിക്കും. അതായത് വോളിയത്തിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് വോളിയം ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പ്രഷർ ലൈനിന്റെ സ്ലോപ്പിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി ഈ ടേബിളിൽ നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സമയം പറഞ്ഞ റിലേഷൻസ് ആണ്. ജനറൽ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 3 റിലേഷൻസ്. കോൺസ്റ്റന്റ് വോളിയം കേസിലാണെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സി വി ലോഗ് ഇ ടു ദ ബേസ് ടി ടു ബൈ ടി വൺ ആയിരിക്കും. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ കേസിൽ സി പി ലോഗ് ഇ ടു ദ ബേസ് ടി ടു ബൈ ടി വൺ ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിലാണെങ്കിൽ ആർ ഇൻറ്റു ലോഗ് ഇ ടു ദ ബേസ് വി ടു ബൈ വി വൺ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? -6 ഇൻറ്റു ലോഗ് ഇ ടു ദ ബേസ് പി ടു ബൈ പി വൺ എന്ന് കൂടി എഴുതാം. ഇനി അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിലാണെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്തായിരിക്കും? 0 ആയിരിക്കും. പോളിട്രോപിക് പ്രോസസ്സിന്റെ കേസിലാണെങ്കിൽ സി വി ഇൻറ്റു എൻ മൈനസ് ഗാമ ഡിവൈഡ് ബൈ എൻ മൈനസ് 1 ഇൻറ്റു ലോഗ് ഇ ടു ദ ബേസ് ടി ടു ബൈ ടി വൺ. അപ്പൊ ഇത്രയും റിലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് ആണ്. ഇത്രയും റിലേഷൻസ് എന്തായാലും നമ്മൾ ഓർത്ത് വെക്കണം. ഇനി ഒരു ഫൈനൈറ്റ് ബോഡി, അതായത് നമ്മൾ ഇത്ര സമയം പറഞ്ഞ എന്താണ്? ഗ്യാസസിന്റെ കേസിലാണ്. ഒരു ഫൈനൈറ്റ് ബോഡി, അതായത് സോളിഡിന്റെ കേസിലാണെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? എം സി എൽ എൻ ടി എഫ് ബൈ ടി ഐ ആയിരിക്കും. മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ലോഗ് ഇ ടു ദ ബേസ് ഫൈനൽ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഡി എസ് ഈസ് ഈക്വൽ ടു എം സി എൽ എൻ ടി എഫ് ബൈ ടി ഐ ആയിരിക്കും. അപ്പോൾ തെർമോഡൈനാമിക്സിന്റെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ, അതായത് ക്ലാഷസ് ഇനീക്വാലിറ്റി, എൻട്രോപ്പി, പിന്നെ ടി ഡി എസ് റിലേഷൻസ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക.